മീറ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയെടുത്ത ബീഫിൻ്റെ രുചി ഒരിക്കലും മറക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയാലോ. ഇന്ന് അതാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പേര് ഷഹന ആൻഡ് വെൽക്കം ടു ഷഹനാസ് റെസിപ്പീസ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യുന്നത് ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ്. ഒരു 3 പേർക്കൊക്കെ സെർവ് ചെയ്യാൻ പാകത്തിന് 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി അതിലെ വെള്ളമെല്ലാം ഇതുപോലെ ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്കൊരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായി ഇത് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുമ്പോൾ ആദ്യത്തെ ഒരു 2 വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അടിക്കാം. അതിന് ശേഷം ഒരു 4 മുതൽ 6 വരെ വിസിൽസ് ചെറിയ തീയിൽ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഈ 6 വിസിലടുപ്പിച്ച് മുഴുവൻ പ്രഷറും പോയതിന് ശേഷം മാത്രം ഇത് തുറക്കാൻ പാടുള്ളൂ. ചുവട് കട്ടിയുള്ള ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ബീഫ് റോസ്റ്റ് എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 4 സവാള ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ചെറിയ 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. വലുതാണ് എടുക്കുന്നതെങ്കിൽ ഒരു 2 മതിയാവും. സവാള ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. സവാള നന്നായി വഴണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റി ഒരു പകുതി എത്തണം. ഇതുപോലെ നന്നായി വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 10 വെളുത്തുള്ളിയും ഒരു 2 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചിയും കൂടി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം നന്നായി മാറി വന്നാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം, 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർക്കാം, 1/2 ടേബിൾ സ്പൂൺ വീതം മല്ലിപ്പൊടിയും ഗരം മസാല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പൊടികളുടെ എല്ലാത്തിൻ്റെയും പച്ചമണം നന്നായി മാറി വരണം. പൊടികളുടെ പച്ചമണം എല്ലാം മാറി നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് വേവിക്കുമ്പോൾ ഉള്ള വെള്ളം കൂടി ചേർത്ത് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. നല്ലപോലെ മിക്സ് ചെയ്ത് ആ വെള്ളം മുഴുവൻ ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മൾ റോസ്റ്റായി ചെയ്യുന്നതുകൊണ്ട് തന്നെ ബീഫിൽ ആ വെള്ളം നന്നായി വറ്റിച്ച് നല്ലൊരു കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. ചേർത്ത് കൊടുത്ത ബീഫിലെ വെള്ളമെല്ലാം വറ്റി നല്ലപോലെ റെഡിയാകുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2-3 പച്ചമുളക് ഒന്ന് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നന്നായി പഴുത്തിട്ടുള്ള ഒരു തക്കാളി ചെറുതായി മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ സംഗതി റെഡിയാണ്. നല്ല ചൂട് പൊറോട്ടയുടെയും പത്തിരിയുടെയും ചോറിൻ്റെയും നെയ്ച്ചോറിൻ്റെയൊക്കെ ഒപ്പം ഇത് നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കാം. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.